പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കണ്ട എന്തായിരിക്കും ചോദിക്കുക? സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ എന്ത് പറയും? സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ അതിന് പകരം അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ സ്റ്റക്കാവും. കാരണം നമുക്ക് അതിനൊരു കൃത്യമായ ഉത്തരം ഉണ്ടാവില്ല. എല്ലാവരും വർക്ക് ചെയ്യുന്ന ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഹാപ്പി ആണ് എന്ന് കോൺഫിഡൻറ്റോടു കൂടി പറയാൻ ആർക്കും കഴിയില്ല. മെജോറിറ്റി കനോട്ട് ഡു ദാറ്റ്. നമ്മൾ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ മാത്രം നോക്കി അവിടെ ഇരിക്കും. പോസിറ്റീവിനെ പിന്നെ മറന്നു, അതിന് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഈ നെഗറ്റീവിനെ തന്നെ നോക്കി, ചെറിയൊരു നെഗറ്റീവ് ആയിരിക്കും, ബാക്കി 90% പോസിറ്റീവ് ആണെങ്കിലും ആ ഒരു 10% നെഗറ്റീവിൽ നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കും. അതിനെ സോൾവ് ചെയ്യണം, അതിന് ഫുള്ളി നമ്മൾ അതിന് ഫോക്കസ് കൊടുക്കും. അതോടെ നമ്മുടെ ഹാപ്പിനെസ് അത് അതിൻ്റെ വഴിക്കങ്ങ് പോകും. അത് പോയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ഇത് ശരിയാക്കാനുള്ള തിരക്കിലല്ലേ ഉള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സാലറി കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. പിന്നെ എന്താണ്, നമുക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ വിഷ് ലിസ്റ്റുകൾ ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മുതൽ വലിയ വലിയ ആഗ്രഹങ്ങൾ വരെയുള്ള ഒരു ലിസ്റ്റ് നമുക്കുണ്ടാവും. അതൊക്കെ ഓരോന്ന് ഫുൾഫില്ലായി കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ കോമൺ ആയി കണ്ട എന്താണെന്നറിയോ? ഇതൊക്കെ പുറമേ ഉള്ള കാര്യങ്ങളാണ്. ഫ്രണ്ട്സ്, ഫാമിലി, സാലറി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടെമ്പററി അല്ലേ. ഇതൊന്നും നമ്മുടെ കൂടെ ഫുൾ ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഫ്രണ്ട്സ് നമ്മളൊക്കെ ചെറുപ്പത്തിലുണ്ടാക്കി ഒരു ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഫോർ എവർ, ഇപ്പോൾ ഉണ്ടോ? +2 നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഓരോരോ കോളേജ്, ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ പഞ്ചാബ് വരെ എത്തി, കുറച്ച് പേര് മാറി മാറിപ്പോയി. ഇപ്പൊ ഒക്കെ നമുക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ കൊല്ലം കഴിയുമ്പോൾ മാറും. കുറച്ചു പേരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഒന്നും പെർമനന്റ്ലി നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാവില്ല. പാരന്റ്സ്, നമുക്കൊരു 60-65 വയസ്സായാലും നമ്മുടെ പാരന്റ്സ് നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ലല്ലോ. അതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതാണ്, ഒന്നും പെർമനന്റ്ലി നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പെർമനന്റ്ലി നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ മാത്രമല്ലേ. അപ്പൊ ഈ സന്തോഷം നമ്മളിങ്ങനെ പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അത് നമ്മൾ അകത്ത് നോക്കണ്ടേ. ഈ പുറത്ത് എല്ലാരും പുറത്താ നോക്കത്തുള്ളൂ. ഇല്ലാത്ത സാധനം അവിടെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇത് അകത്താണ്. ഈ റിയൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, പെർമനന്റ്ലി നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുക ഈ അകത്തുള്ള ഹാപ്പിനെസ് ആണ്. പുറത്തുള്ളത് പോകും, എല്ലാം ടെമ്പററി ആണ്, എല്ലാം പോകും. അതൊക്കെ ഒരു ഇൻസ്റ്റന്റ് പ്ലഷറാണ്, കുറച്ച് സമയത്തേക്ക് തോന്നുന്ന പ്ലഷറാണ്. ഈ പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് നേരത്തേക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ അകത്തുള്ള സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കൊന്നും ഒരു കറക്റ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു സന്തോഷം നമുക്ക് ആർക്കും ഫീൽ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ ഹാപ്പിനെസ് എവിടെയാണ് അന്വേഷിക്കുന്നത്? പുറത്ത്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ജോബ്, ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിക്കുക ഹാപ്പിനെസ്. പക്ഷെ ശരിക്കും ഹാപ്പിനെസ് എവിടെ ഇരിക്കുന്നത്? അത് ഇവിടെ നിന്ന് വരണം. ഈ പുറത്ത് ഇല്ലാത്ത സാധനത്തെ നമ്മൾ ഇവിടെ മൊത്തം അന്വേഷിച്ചിട്ട് അയ്യോ എനിക്ക് ഹാപ്പിനെസ് ഇല്ലേ എന്ന് പറഞ്ഞിരുന്ന എങ്ങനെയാ? അത് അകത്തല്ലേ ഉള്ളത്. അതപ്പോ അകത്ത് തന്നെ നോക്കണം. ആക്ച്വൽ ഹാപ്പിനെസിന്റെ കീ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം. അത് നമുക്ക് ഒന്നും ഇല്ലാത്തപ്പോഴും നമുക്ക് ഹാപ്പി ആവാൻ കഴിയണം. നമ്മളിപ്പോ എങ്ങനെയാണോ ആ ഒരു ലെവലിൽ നമുക്ക് ഹാപ്പി ആവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹൈ ലെവലിൽ പോയാലും അവിടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മളിപ്പോൾ 5 സ്റ്റെപ്പ് മുകളിൽ പോയാൽ നമുക്ക് തോന്നും 10ാമത്തെ സ്റ്റെപ്പിൽ എത്തണം, അവിടെ നിന്ന് 20ാമത്തെ സ്റ്റെപ്പിൽ. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് ഹാപ്പി ആവാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഹാപ്പി ആവത്തില്ല. നമുക്ക് നമ്മളെക്കാളും ദുരാവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെക്കാളും ഒക്കെ കുറച്ചുകൂടി മേനയിലല്ലേ ഞാൻ ജീവിക്കുന്നത്. പട്ടിണി കിടക്കേണ്ടി വരുന്നില്ലല്ലോ, ഫുഡൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. സോ ആ ഒരു വിഷയത്തിൽ നമുക്ക് ഹാപ്പി ആവുക. നമുക്ക് എല്ലാം ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുപാട് പെർഫെക്റ്റ് ആവാൻ നോക്കിയിരുന്നാൽ നമ്മൾ വയസ്സായി പെട്ടിയിലേക്ക് എടുക്കത്തേ ഉള്ളൂ. ഒത്തിരി ഡ്രീംസ് നമുക്കുണ്ട്, അതൊക്കെ ഫുൾഫിൽ ആയതിനു ശേഷമേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കരുത്. ഇപ്പോഴേ ഹാപ്പി ആവുക. മറ്റുള്ളവര് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യുക. കിടക്കുന്നതിന് മുന്നേ എന്തിനൊക്കെ താങ്ക് യു പറയാം, അതിനൊക്കെ താങ്ക് യു പറയാം. ഒരു 20 to 25 തിങ്സ് എന്തായാലും നമുക്ക് താങ്ക് യു പറയാനുണ്ടാവും. അപ്പൊ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ആരെയും ഫുള്ളി അറിയില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, നമ്മളെ പോലെ തന്നെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. സോ ആരുടെയും ലൈഫായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. പോസിറ്റീവുകൾ മാത്രം നോക്കുക, നെഗറ്റീവൊക്കെ അവിടെ കിടക്കട്ടെ, അതിന് നമുക്ക് മാറ്റാം. പക്ഷെ മാറ്റിയാൽ മാത്രമേ സന്തോഷിക്കാവൂന്നും പറഞ്ഞിരിക്കരുത്. മാറുമ്പോൾ മാറിക്കോളും. പക്ഷെ നമ്മൾ ആ നെഗറ്റീവ് ഒക്കെ കൂടെ അങ്ങ് ഹാപ്പി ആവാൻ പഠിക്കുക. നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് ഫുൾഫിൽ ആയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുമെന്ന് പറയില്ലേ. അങ്ങോട്ടേക്കൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിലും നമ്മൾ ഹാപ്പി ആവാൻ പഠിക്കണം. അതാണ് നമ്മുടെ ആക്ച്വൽ ഹാപ്പിനെസ്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ പോസിറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുക. ലിവ് ഹാപ്പിലി, ബി ഹാപ്പി.